ഹലോ എല്ലാവർക്കും വിജയ് കട്സിലേക്ക് സ്വാഗതം. ഇന്ന് ജോബ് അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ജോലി നേടാൻ വേണ്ടി പറ്റും. ഇതേപോലെ ഇന്ത്യ പോസ്റ്റിൻ്റെ ഒരു ടാഗ് ലൈൻ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതിന് ഉടനെ തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ടതുണ്ട്. അപേക്ഷിക്കേണ്ട അവസാനത്തെ തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 5, 2024. ഇതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ. GDS അതായത് ഗ്രാമീൺ ഡാക് സേവകിലേക്കാണ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൽ 3 പോസ്റ്റുകളാണ് നമുക്കുള്ളത്. BPM, ABPM, അതേപോലെ തന്നെ ഡാക് സേവക്. BPM എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. നമ്മളൊക്കെ നാട്ടുമ്പുറങ്ങളിൽ കാണുന്ന പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് ഓഫീസുകളുണ്ട്. അതിലെ അഡ്മിനിസ്ട്രേഷൻ വർക്കൊക്കെ ചെയ്യുന്ന പോസ്റ്റ് മാസ്റ്റർമാരാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റേഴ്സ്. അതേപോലെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതേ ബ്രാഞ്ച് ഓഫീസുകളിൽ കത്ത് കൊണ്ട് കൊടുക്കുകയും അവിടുന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് കത്ത് കൊണ്ട് കൊടുക്കുകയും മെയിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നമ്മുടെ പഴയ പോസ്റ്റ്മാൻമാർ, അവരാണ് ABPM എന്ന് പറയുന്നത്. പിന്നെ ഡാക് സേവക്സ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ച് ഓഫീസുകളെ നിയന്ത്രിക്കുന്ന സബ് ഓഫീസുകൾ ഉണ്ടാവും. ആ സബ് ഓഫീസുകളിൽ മെയിൽ സർവീസ് ചെയ്യുന്ന, അതായത് കത്തുകൾ കൊണ്ട് കൊടുക്കുന്ന ആളാണ് ഡാക് സേവക്സ് എന്ന് പറയുന്നത്. GDSൻ്റെ പോസ്റ്റ് മിക്കവാറും 4 മണിക്കൂറാണ് ജോബ് നമുക്ക് വരുന്നത്. ആ 4 മണിക്കൂറിന് ബേസ് ചെയ്തിട്ട് നമുക്ക് സാലറി വരുന്നത് BPMന് ബേസിക് സാലറി 12,000 രൂപയാണ്. അതേപോലെ ABPMന് 10,000 രൂപയാണ്. അതിൻ്റെ കൂടെ DA 50% മറ്റ് ആനുകൂല്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ സാലറിയിൽ നിന്ന് ചില പിടുത്തങ്ങളും ഉണ്ടാകും. അതിന് പുറമെ എന്നാലും നമുക്ക് ഈ ഒരു 4 മണിക്കൂറിന് വേണ്ട അത്യാവശ്യം ഒരു വേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് തികഞ്ഞ ആർക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ മാക്സിമം ഏജ് 40 വയസ്സാണ്. എന്നാൽ ഏജ് റിലാക്സേഷൻ ഓരോ കാറ്റഗറിക്കും ഉണ്ട്. SC/STക്കാർക്ക് 5 വർഷം, OBCക്കാർക്ക് 3 വർഷം, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അവർക്ക് 10 വർഷം. അങ്ങനെയാണ് നമ്മുടെ വരുന്നത്, ഏജ് റിലാക്സേഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. 10ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിന് ഹയർ ബോർഡൊന്നും വരുന്നില്ല. മീൻസ് ചില പോസ്റ്റുകൾ നമുക്കറിയാം ഡിഗ്രി ക്വാളിഫൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് പറ്റില്ല എന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയില്ല. എത്ര ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ തന്നെ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ്, ഇപ്പോൾ നമ്മൾ കേരള ആണ് പരിഗണിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായിരിക്കണം, മലയാളം മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിൽ കമ്പ്യൂട്ടർ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വലിയൊരു വിഷയം വരുന്നില്ല. അപ്പോൾ നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ടാവണമെന്നോട്ട് പറയുന്നുണ്ട്. പിന്നെ നോളജ് ഓഫ് സൈക്കിൾ ഓടിക്കാൻ നമുക്ക് അറിയണം. ചില സമയത്ത് നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മളോട് ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കാറുണ്ട്. നിലവിലും അത് ചോദിക്കുന്നുണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും ഉള്ളവർക്ക് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് ഇതൊരു പാർട്ട് ടൈം ജോബ് പോലെ മാത്രമേ ഇതിനെ പരിഗണിക്കാവൂ. ഇതൊരു ഗവൺമെൻറ് ജോബ് ആണെങ്കിൽ പോലും ഫുള്ളി നമുക്ക് ഗവൺമെൻറ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഫുള്ളി സെൻട്രൽ ഗവൺമെൻറ് ജോബല്ല ഇതൊരു 4 hours ജോബാണ്. ഇതൊരു പാർട്ട് ടൈം ജോബ് പോലെ മുന്നോട്ട് പോകണം. അതിൻ്റെ കൂടെ നിങ്ങളുടെ ജീവിത വരുമാനം മറ്റെന്തെങ്കിലും കൂടി ഉണ്ടാവണമെന്ന് ഇവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അപേക്ഷിക്കേണ്ടത് ഇന്ത്യ പോസ്റ്റ് GDSonline.gov.in എന്ന സൈറ്റിലൂടെയാണ് നമ്മളിത് അപേക്ഷിക്കേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ആധാർ നമ്പർ, അതേപോലെ തന്നെ നമ്മുടെ എക്സാം പാസ്സായിട്ടുള്ളത്, ഇവിടെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള 10ാം ക്ലാസ് മെട്രിക്കുലേഷൻ പാസ്സായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണം. അതേപോലെ ഒരു സ്കാൻഡ് ഫോട്ടോ ഉണ്ടാവണം, സിഗ്നേച്ചർ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ അപേക്ഷാ ഫീസ് 100 രൂപയാണ്. പക്ഷേ അതിൽ സ്ത്രീകൾക്കും അതേപോലെ തന്നെ SC/ST പേഴ്സൺ വിത്ത് ഡിസബിൾഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനൊന്നും അതേപോലെ ട്രാൻസ് വുമണിനും വേണ്ട, ഫീസ് ആവശ്യമില്ല. അവർക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക്, അതായത് മെൻ അതായത് പുരുഷന്മാർക്ക് മാത്രമാണ് ഫീസ് വരുന്നത്. അതിൽ തന്നെ SC/ST PWD ട്രാൻസ് വുമൺ അവർക്കൊന്നും ഫീസ് ആവശ്യമില്ല. സ്ത്രീകൾക്കാർക്കും ഫീസ് ആവശ്യമില്ല. നിലവിൽ കേരളത്തിൽ 2433 ഒഴിവുകളാണുള്ളത്. കേരളത്തിൽ വിവിധ ഇടങ്ങളിലായിട്ടാണ് ആ ഒഴിവുകളുള്ളത്, ഓരോ റീജിയൻ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുള്ള ആൾക്കാരെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും
ഈ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവുക. ഇതിന് പരീക്ഷയോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല, ഈവൻ ഇൻ്റർവ്യൂ പോലും ഇല്ല. നമ്മൾ ജസ്റ്റ് അവിടെ പോയി വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഒരു വെരിഫിക്കേഷൻ ഇൻ്റർവ്യൂ ഉണ്ടാകും, അല്ലാണ്ട് വേറൊരു ഇൻ്റർവ്യൂ ഒന്നുമില്ല. നല്ല മാർക്കുള്ളവരുടെ ലിസ്റ്റ് ഇടും, അതായത് കൂടുതൽ മാർക്ക് കിട്ടിയവരുടെ ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും കിട്ടുക. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 5 ആണ്. സോ താങ്ക് യു, വിജയ് കാർഡ്സ്.